നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്തു വെക്കേണ്ട, മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട 6 നിലപാടുകളാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തോട് മനസ്സിനോട് ചേർത്ത് വെച്ച് ഈ 6 കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ സങ്കടമില്ലാതെ സമാധാനത്തോടെ വിജയത്തോടെ സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആദ്യത്തെ കാര്യം, ബിഫോർ യു പ്രേ ബിലീവ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ആ കാര്യത്തിൽ വിശ്വസിക്കുക. കാരണം എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ പ്രപഞ്ചനാഥനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഈ സർവ്വലോകങ്ങളെയും പരിപാലിക്കുന്ന സർവശക്തൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് വിശ്വസിക്കുക, നാം ഈ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം നമുക്ക് സാധിച്ചു തരുമെന്ന്. നമുക്ക് നന്മയാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുക. അതുകൊണ്ട് ബിഫോർ യു പ്രേ ബിലീവ്. രണ്ടാമത്തെ കാര്യം, ബിഫോർ യു സ്പീക്ക് ലിസൺ. കാര്യങ്ങളെ നമ്മൾ നന്നായി അവതരിപ്പിക്കണം. പക്ഷേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് സംസാരിക്കുന്നവരെ കൃത്യമായി കേൾക്കണം. മറ്റുള്ളവർ പറയുന്നത് എന്ത് എന്ന് കൃത്യമായി നാം കേൾക്കണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ സാധിച്ചു കൊടുക്കാനും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് അവരുമായി സംവദിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബിഫോർ യു സ്പീക്ക് ലിസൺ. നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ നമ്മളോട് സംസാരിക്കുന്ന ആളെ കൃത്യമായി ശ്രദ്ധയോടെ സസൂക്ഷ്മം അവരെ കേൾക്കണം. മൂന്നാമത്തെ കാര്യം, ബിഫോർ യു സ്പെൻഡ് ഏൺ. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് നമ്മുടേതാവണമെങ്കിൽ നമ്മൾ അതിന് കൃത്യമായി പേ ചെയ്യണം, ചിലവഴിക്കണം, അതിൻ്റെ വില നൽകണം. ലോകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പണം കൊണ്ട് നേടിയെടുക്കാം. പക്ഷേ പണം സമ്പാദിച്ചതിന് ശേഷമായിരിക്കണം നാം ചിലവഴിക്കേണ്ടത്. പണം ചിലവഴിക്കാനായി നാം സമ്പാദിക്കണം, അല്ലാതെ ചിലവഴിച്ചതിനു ശേഷം സമ്പാദിക്കാമെന്നു കരുതരുത്. ചിലവഴിച്ചതിനു ശേഷം അതിൻ്റെ കടം വീട്ടാൻ സമ്പാദിക്കുന്ന രീതി നാം ശീലമാക്കരുത്. ചിലവഴിക്കുന്നതിന് മുമ്പേ നാം സമ്പാദിക്കണം. മറ്റൊരു കാര്യം, ബിഫോർ യു ടോക്ക് തിങ്ക്. സംസാരിക്കുന്നതിന് മുന്നേ 100 വട്ടം ആലോചിക്കണം. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പഴമക്കാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വാക്കൊരു പക്ഷേ ഒരാളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പിടിവള്ളിയായേക്കാം. നാം ഒരാളോട് പറയുന്ന ഒരു വാക്ക് അദ്ദേഹത്തെ മരണത്തിലേക്കു നയിച്ചേക്കാം. എന്നാൽ മരണത്തിലേക്ക് പോകുന്ന ഒരാളോട് നാം നൽകുന്ന പ്രതീക്ഷയും നാം പുറത്തു തലോടുന്നതും ആശ്വാസവാക്കുകളും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന, നാം പറയുന്ന ഓരോ വാക്കും 100 വട്ടം ആലോചിച്ചിട്ട് അതിൻ്റെ പരിണിത ഫലം എന്തെന്ന് 100 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അഞ്ചാമത്തെ ചിന്ത, ബിഫോർ യു ക്വൈറ്റ് ട്രൈ. എല്ലാം അവസാനിപ്പിച്ച് നിശബ്ദനാകുന്നതിന് മുന്നേ 1 വട്ടം കൂടി ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഈ ശ്രമമായിരിക്കും വിജയത്തിലേക്കുള്ള അവസാനത്തെ ശ്രമം. ഈ ശ്രമത്തിലായിരിക്കും ഒരുപക്ഷെ നാം വിജയിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പരിശ്രമങ്ങൾ അനിവാര്യമാണ്. പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പല പരിശ്രമങ്ങളിൽ ഒന്നിൻ്റെ റിസൾട്ടാണ് വിജയമെന്ന സത്യം നാം മനസ്സിലാക്കുക. പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, നിശബ്ദനാകാതെ, എല്ലാം അവസാനിപ്പിക്കാതെ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒരു പരിശ്രമം അതായിരിക്കും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്ന
അവസാന പരിശ്രമം. അതുകൊണ്ട് നിശബ്ദനാകുന്നതിന് മുന്നേ ഒരു വട്ടം കൂടി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കുക. അവസാനമായി, ബിഫോർ യു ഡൈ ലിവ്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. മരണം ഭീരുവിനുള്ളതാണ്, ജീവിക്കലാണ് ധീരത. നിശബ്ദമാകുന്നതിന് മുന്നേ, എല്ലാം അവസാനിപ്പിച്ച് എവിടെയെങ്കിലും മുടുങ്ങുന്നതിന് മുന്നേ നാം ജീവിച്ചു കാണിക്കണം. നമ്മളെ പരിഹസിച്ചവർക്ക് മുന്നിൽ, നമ്മളെ കളിയാക്കിയവർക്ക് മുന്നിൽ, കൊള്ളാത്തവനാണ്, കൊള്ളരുതാത്തവനാണ്, വിഡ്ഢിയാണ്, ഒന്നിനും പറ്റാത്തവനാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയവർക്ക് മുന്നിൽ നാം ധീരതയോടുകൂടി ജീവിച്ചു കാണിക്കണം. അതാണ് ധീരത. മരണമെന്നത് ഭീരുത്വവും ജീവിതമെന്നത് ധീരതയുമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ 6 കാര്യങ്ങളെ നാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച വാക്കുകളായി നാം വായിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും വിജയവുമെല്ലാം വന്നെത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന് നമുക്കെല്ലാം കഴിയട്ടെ. നല്ല ഒരു ജീവിതം, മാന്യമായ ഒരു ജീവിതം, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കരഗതമാക്കി സമാധാനത്തോടെ, ശാന്തമായി, സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാം സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പോസിറ്റീവായ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.